മാവേലിക്കര നഗരസഭയ്ക്ക് മുന്നിൽ സാമൂഹ്യ പ്രവർത്തകനും നഗരവാസിയുമായ യു.ആർ. മനു ശവപ്പെട്ടിയിൽ കിടന്ന് ഏകദിന സൂചനാ സമരം നടത്തി. പോർട്ടബിൾ ഫർണസ് സ്ഥാപിക്കുക, കണ്ടിയൂർ കാളച്ചന്തയിൽ ആധുനിക ശ്മശാനം നടപ്പാക്കുക, മാവേലിക്കര നഗരസഭാ കൗൺസിൽ പൊതുജനങ്ങളോടുള്ള അവഗണന അവസാനിപ്പിക്കുക, നിലവിലുള്ള ശ്മശാനം തുറന്നു പ്രവർത്തിപ്പിക്കുമെന്ന് നഗരസഭാ കൗൺസിൽ പറഞ്ഞ പാഴ്വാക്കുകൾക്ക് നഗരസഭ ജനങ്ങളോട് മാപ്പു പറയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സാമൂഹിക പ്രവർത്തകനും നഗരവാസിയുമായ യു.ആർ. മനു നഗരസഭയ്ക്ക് മുന്നിൽ ശവപ്പെട്ടിയിൽ കിടന്ന് ഏകദിന സൂചന സമരം നടത്തിയത്. മാവേലിക്കര നഗരസഭയുടെ കണ്ടിയൂർ കാളച്ചന്തയിൽ സ്ഥിതി ചെയ്യുന്ന ക്രിമറ്റോറിയം 2008 14 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ചതാണ്. 7 സംസ്കാരങ്ങൾ മാത്രം ക്രിമറ്റോറിയത്തിൽ നടന്നു. പിന്നീട് ഇതിന്റെ പ്രവർത്തനം നടന്നിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ക്രിമറ്റോറിയം പ്രവർത്തിപ്പിക്കുവാൻ നഗരസഭാ ഭരണകൂടങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും മനു ആരോപിച്ചു. മാവേലിക്കര നഗരസഭയുടെ ശ്മശാനം 18 വർഷക്കാലമായി പ്രവർത്തിക്കാതെ കിടക്കുകയാണ്. 2008 ഉദ്ഘാടനം കഴിഞ്ഞ ശ്മശാനം കേവലം വിരലിലെണ്ണാവുന്ന മൃതശരീരങ്ങൾ മാത്രം സംസ്കരിക്കുകയും തകരാറിലായതിനെ തുടർന്ന് പിന്നീട് പ്രവർത്തിക്കാതിരിക്കുകയുമായിരുന്നു. അതിനുശേഷം നിരവധി തവണ ഈ ശ്മശാനത്തിന് വേണ്ടി നഗരസഭ പണം ചെലവഴിച്ചിട്ടുണ്ട്. ഈ പണം ചെലവഴിക്കുന്നതല്ലാതെ ഒരിക്കൽ പോലും ഈ ശ്മശാനം പ്രവർത്തിച്ച് പിന്നീട് നഗരവാസികൾ ആരും കണ്ടിട്ടില്ല. ഭൂരഹിതരും പരിമിത ഭൂമിയുള്ളവരും അനേകമുള്ള മാവേലിക്കരയിൽ വലിയ ദുരിതത്തിലാണ് അവർ കഴിയുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇവിടെ മരിച്ച ഒരു വയോധികൻ്റെ മൃതശരീരം തിരുവല്ലയിലെ ക്രിമറ്റോറിയത്തിലാണ് കൊണ്ട് സംസ്കരിക്കേണ്ടി വന്നത്. അതിനു മുൻപുണ്ടായ നിരവധി സംഭവങ്ങൾ വളരെ ദാരുണമാണ്. പോളാറ്റ്, കണ്ടിയൂര് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീടിൻ്റെ അടുക്കള പൊളിച്ചും ഹാള് പൊളിച്ചും പല ഉറ്റവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ട ഗതികേട് മാവേലിക്കരയിലെ നഗരവാസികൾക്കുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ബജറ്റ് പുസ്തകത്തിലെ ഒരു താളിൽ കുറിക്കപ്പെടുന്ന കേവലം ഒരു വാക്കായും ഒരു വാഗ്ദാനമായും നമ്മുടെ ശ്മശാനം അങ്ങനെ പോവുകയാണ്. ഇതിനൊരു തീരുമാനമുണ്ടാവുന്നില്ല, ഇത് പ്രവർത്തിക്കുന്നില്ല. ഈ കൗൺസിലും 20 ലക്ഷം രൂപയോളം ശ്മശാനത്തിനെന്ന് പറഞ്ഞ് ബജറ്റ് പുസ്തകത്തിൽ കണക്ക് കൊള്ളിച്ചിട്ടുണ്ട്. ഇതുവരെയും ഒരു പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം കൗൺസിൽ പറഞ്ഞു മെയ്യിൽ കൗൺസിൽ ഇത് പാസ്സാക്കി വിട്ടതാണെന്ന്. ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്ത് ചെയ്യണം, റിനോവേഷനാണോ അതോ പുതിയത് നിർമ്മിക്കാനാണോ എന്ന് പോലും തീരുമാനിക്കാതെയാണ് ഇത് പാസ്സാക്കി വിട്ടത്. അങ്ങനെ ഒരു പണി ലോകത്ത് നടന്നതായി എനിക്ക് കേട്ടുകേൾവി പോലുമില്ല. റെയ്ഡ്കോയെ ഇത് ഏൽപ്പിച്ചു എന്ന് പറയുന്നു. റെയ്ഡ്കോ കമ്പനി ഇത് അറിഞ്ഞോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംശയം. ഒരു കാരണവശാലും നടക്കാൻ സാധ്യതയില്ലാത്ത വാഗ്ദാനങ്ങളാണ് മാവേലിക്കര നഗരസഭ കാലാകാലങ്ങളായി തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ താൽക്കാലികമായി പോർട്ടബിൾ ഫർണസെങ്കിലും വെച്ച് ഈ ക്രിമറ്റോറിയത്തിൻ്റെ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിച്ചില്ലെങ്കിൽ, ക്രിമറ്റോറിയം തുടർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ ഒരു മാസത്തിന് ശേഷം ഇതുപോലെയല്ല ശക്തമായ സമര പരിപാടികളുമായി മുൻപോട്ട് പോകുന്നത് ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. കണ്ടിയൂർ കാളച്ചന്തയിൽ പോർട്ടബിൾ ഫർണസ് സ്ഥാപിച്ച് ശവസംസ്കാരത്തിന് മാർഗമുണ്ടെങ്കിലും അത് നടപ്പാക്കാൻ നഗരസഭ തയ്യാറാകുന്നില്ല. നഗരസഭ ശ്മശാനം പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട നടപടി എടുക്കുന്നില്ലെങ്കിൽ തുടർന്ന് പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും മനു പറയുന്നു. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര.